നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പപ്പടം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പപ്പടത്തിന്റെ ഒരു തോരനായാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. അപ്പം ഞാനിവിടെ പപ്പട തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട്. ഗുരുവായൂർ പപ്പടം. ഇതിനകത്ത് ഏകദേശം ഒരു 13 ഉണ്ട്. അപ്പം നമ്മളിത് പറയുന്നത് ആദ്യം ഒന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പം പപ്പടം നമ്മൾ പൊള്ളിച്ചാണ് സാധാരണ കഴിക്കാറുള്ളത്. ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉള്ള ഒരു ഡിഷാണ്. നമുക്ക് വേറെ ഒരു കറികളോ വേറെ തോരനോ ആയിട്ടോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പം ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണ് കേട്ടോ. ചെറിയ തേങ്ങയുടെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 സവാള, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയുണ്ട്. ഒരു കുഞ്ഞൻ സവാളയുമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയുണ്ട്. എനിക്കിത് കുറച്ച് എളുപ്പമുള്ള കറിവേപ്പിലയാണ് കിട്ടിയിരിക്കുന്നത്. മൂത്ത കറിവേപ്പില മൊത്തം ഒരുമാതിരി ഈ കരിമ്പൻ അടിച്ച പോലെ ഒരു കുത്തൽ പോലെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ എന്ത് ചെയ്താലാണ് ആ കുത്തൽ മാറുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയത്. നമുക്ക് കറിവേപ്പില ഇല്ലാതെ ഒരു കറി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് പപ്പടവും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ ആവശ്യമായിട്ടുള്ള എണ്ണയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പപ്പടം വറുത്തെടുക്കാം. പപ്പടം വറുക്കാനായിട്ട് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ വേഗം ഒന്ന് പപ്പടം വറുത്തെടുക്കട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് പപ്പടം എടുത്തിട്ട് കൊടുത്ത് ഓരോന്ന് നമുക്ക് വറുത്തെടുക്കാം. പപ്പടം എല്ലാം പൊള്ളിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഞാനിനി വലിയൊരു ബൗൾ എടുക്കണം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ്. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് പൗഡർ പോലും പൊടിക്കണ്ട, ജസ്റ്റ് നമ്മളൊന്ന് കുത്തി ഉടച്ചെടുത്താൽ മതി. നമ്മുടെ പപ്പടം എല്ലാം നന്നായിട്ടൊന്ന് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ വെക്കാൻ പോവുകയാണ്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അല്പം സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി, നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് അത് ഓപ്ഷണലാണ്. എരി കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് മാറ്റി വെക്കാം. പകരം നമുക്ക് മുളക് പൊടി ഇടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് അല്പം ഇട്ടാൽ മതി. നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഇതിന് വേണ്ടി മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ആദ്യം ഇടാഞ്ഞത്, അത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിപ്പോവും പെട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാഞ്ഞത്. നമുക്ക് തേങ്ങയുടെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇപ്പം തന്നെ 1/4 പണി നമ്മുടെ കഴിഞ്ഞു. ഞാൻ ഒരു കളറിന് വേണ്ടി ഒരു അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കും. മറ്റു തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് അധികം നേരം ഇതൊന്നും അടച്ചു വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. അധികം നേരം ഒന്നും വേണ്ട. ഈ തേങ്ങയുടെ ആ ഒരു പച്ച മണം നമുക്കൊന്ന് മാറി വരണം. അത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം. ഞാനിപ്പോൾ ഇത് മൂടിയൊന്നും വെക്കുന്നില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങയെല്ലാം നന്നായിട്ട് ഇപ്പം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പപ്പടം കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ എന്തെളുപ്പമാണ് നമ്മുടെ ഒരു തോരൻ റെഡി ആയത്. പപ്പട തോരന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വെറൈറ്റി ഐറ്റവുമാണ്. കൂടുതലങ്ങ് ഇളക്കി അങ്ങ് ഉടച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയാകാവൂ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മളിത് അടച്ചു വെക്കേണ്ട കാര്യമില്ല. കണ്ടോ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
ഒരു മെനക്കേടും ഇല്ല, ഒന്നുമില്ല. പെട്ടെന്ന് 2 പപ്പടം വറക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വറക്കുക, തേങ്ങ ഇടുക, എല്ലാം ഇളക്കുക, മിക്സ് ചെയ്യുക. അപ്പം വളരെ പെട്ടെന്ന് നമുക്കൊരു ഉച്ചക്കത്തേന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു തോരൻ നമുക്ക് റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പപ്പട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പപ്പടം ഒന്നും അധികം ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ലിസാമ്മന്റെ പപ്പടത്തോരൻ സൂപ്പറായിട്ട് ഇരിക്കുന്നു. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. താങ്ക് യു.